ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജ്യോതി ഗൗരി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. 24 hours പാലക്കാട് തനിമയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അച്ഛനും അമ്മമ്മയും വരുന്നുണ്ട്. ഞങ്ങൾ പുലർച്ചയ്ക്കാണ് പുറപ്പെട്ട് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. പിന്നെ അച്ഛൻ്റെ സ്കൂളിലത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. 10th പഠിച്ച അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ബസ് കയറി. എനിക്ക് സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ തനിമയിലെത്തി. ഞങ്ങളിതാ അവിടേക്ക് ഇറങ്ങി. പിന്നെ ബസ് പാർക്ക് ചെയ്തു. ഇതാ അച്ഛനും ചിന്നും മുന്നിൽ നടന്നു പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ തനിമ ഫാം ലൈഫ് അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സാണത്. 10th class to 10th ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ അമ്മ ദാ അവിടെ നിൽക്കുന്നുണ്ട്, ചിന്നൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കയറി ചെന്നപ്പോൾ എന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ തനിമ ഫാം ലൈഫ് എന്നുള്ളത് ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു. പിന്നെ അവിടേക്ക് എത്തിയപ്പോൾ ഇവരിങ്ങനെ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിലാണ് ജ്യൂസ് കൊടുത്തത്. പിന്നെ അവിടെ നിന്ന് ഈ ഒരു വൈറ്റ് കളർ ബിസ്ക്കറ്റ് കിട്ടി. പിന്നെ മാങ്ങ ഉപ്പും മുളകും തിരുമ്പിയതില്ലേ, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ അതും കഴിച്ചു. ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മമ്മയും കഴിക്കുന്നുണ്ട്. അമ്മയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു. പിന്നെ അവിടേക്ക് കുറച്ച് നീങ്ങിയപ്പോൾ കണ്ടോ, ഈ ഒരു ബ്ലാക്ക് കളർ ഫിഷിനെ കണ്ടു. പിന്നെ അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് പല നിറത്തിലുള്ള ഫിഷുകളും ഞങ്ങളവിടെ കണ്ടു. പിന്നെ ഈ ഒരു ചേട്ടൻ കണ്ടോ, ഈ ചേട്ടനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെപ്പോലെ കുറേ ഗ്രൂപ്പുകളായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവരോടാണ് പറയണത്. അപ്പോൾ ഇടയിൽ എന്നെയും കാണിക്കുന്നുണ്ട്. പിന്നെ ലഗേജൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവരിങ്ങനെ ടെലിവിഷനിൽ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്. അവിടേക്ക് കുറച്ച് നീക്കി കണ്ടപ്പോഴാണ് ഞാൻ ഇതിലേയും പോകുന്നത് കണ്ടത്. ഇത് ഇവരുടെ ഗ്രൂപ്പാണ്, പരിലയം. പിന്നെ അവിടെ കുറേ റൈഡുകളും പിന്നെ ബോട്ട് സവാരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല. അമ്മ അതിനിങ്ങനെ പറന്ന് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. ഹൈന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നെ ഇടയിൽ വീഡിയോ എടുത്തില്ല. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മ മാത്രം എടുത്തുള്ളൂ, എൻ്റെ എടുത്തില്ല. പിന്നെ അമ്മ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചൊന്ന് എടുത്ത് തരുമെന്ന്. അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുതിര സവാരി ഉണ്ടായിരുന്നു. കുതിര സവാരി അമ്മയും ചിന്നും കൂടി അതിൽ കയറി. പിന്നെ അടുത്തതിൽ അച്ഛനും ചിന്നും കൂടിയും കയറി. ഞാൻ അച്ഛൻ്റെ കൂടെ കയറി, പക്ഷെ അത് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കയറി തോന്നുന്നു, അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് ക്യാമറമാൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ പക്ഷികൾ, അവർക്ക് തീറ്റ കൊടുക്കുക എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുത്തു. കയ്യിൽ അവർ കൊടുക്കാനുള്ളത് കയ്യിൽ വെച്ച് തരും. കയ്യിൽ ഇങ്ങനെ ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ കിളികളൊക്കെ വന്ന് അതിന് കഴിക്കും. ചിന്നൂൻ്റെ കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ കഴിക്കുന്നുണ്ട്. അച്ഛനാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് കുറച്ചായിരുന്നു. ചിന്നൂൻ്റെ അവളെ എടുക്കണം, അവൾക്ക് ഹൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അവളെ എടുത്തിട്ടാണ് കിളികൾക്ക് ഭക്ഷണം കൊടുത്തത്. പിന്നെ ഞാനും കിളികൾക്ക് ഭക്ഷണം കൊടുത്തു. അത് അച്ഛനാണ് വീഡിയോ എടുക്കണത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ഊഞ്ഞാലിൽ കയറി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അമ്മയ്ക്ക് അച്ഛൻ കയറാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അടിപൊളി ഊഞ്ഞാൽ തന്നെയാണ്. ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ വീട്ടും. നല്ല രസമാണ്. അത് ഞങ്ങൾക്കിങ്ങനെ പറയുന്നതെന്ന് അറിയാം. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടാൽ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഏറ്റവും ഹൈറ്റിൽ നിന്നാണ് ഇവർ വിടുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അതെങ്ങനെ പറയുന്നത് അറിയില്ല. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ ഊഞ്ഞാലാടുന്നത്. പിന്നെ അതിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോയപ്പോൾ പകുതി കാര്യങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ ക്യാമറമാൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവരവിടെ വീഡിയോ എടുക്കും. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ വീഡിയോ എടുക്കും. അതിന് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട, അല്ലാതെ അവർ വീഡിയോ എടുത്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. വാട്സപ്പിൽ ഇങ്ങനെ അയക്കുമെന്നാണ് പറഞ്ഞ്, അത് അവരുടെ ഗ്രൂപ്പിലേക്ക് അയക്കും. അപ്പം അങ്ങനെ ആണ് കിട്ടുക. അപ്പോൾ അത് അയച്ചിട്ടില്ല. അത് സെൻഡ് ആയാൽ മാത്രം എനിക്കത് ഈ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ അതില്ല, ഷോർട്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് വീഡിയോ അയച്ചെന്നാൽ ഞാൻ അത് ഷോർട്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ രാത്രിയാകുമ്പോൾ നൈറ്റിൽ പിന്നെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ആയിരുന്നു ബസ്സിൽ. മിക്കവരും ഇരുന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ക്ഷീണത്തിൽ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഫാദർ വീഡിയോ എടുക്കുന്നുണ്ട്. അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്, കയ്യും ഇങ്ങനെ എന്താക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഡാൻസ് കളിച്ചിട്ട്. അപ്പം ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, വായോ വായോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പോകണമെന്നില്ല, വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. എന്താണെന്നോ എനിക്ക് വല്ലാത്ത ക്ഷീണമായതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തു.